Hi friends, welcome back to my channel. നമുക്ക് ഇന്ന് നല്ലൊരു റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കി നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് മെയ്ഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ട നമുക്ക് ഓയിലാണ്. അതും 1/2 കപ്പ് മതി. 1/2 കപ്പ് ഓയിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഞാൻ വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിൽ 1.25 കപ്പ് ഞാൻ മൈദ എടുത്തു. പിന്നെ അതിലേക്ക് ഞാൻ 1/2 കപ്പ് ഞാൻ പഞ്ചസാര പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുത്തു. പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തു. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂൺ കോക്കോ പൗഡർ ഇട്ട് കൊടുത്തു. എന്നിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം. നമ്മൾ നേരത്തെ മിൽക്ക് മെയ്ഡ് ഇട്ട ബൗളിലേക്ക് തന്നെ അരിച്ചെടുക്കാം. ഞാൻ ഒരു 1/2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ അതിലേക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഫുഡ് കളറാണ് ആഡ് ചെയ്ത് കൊടുക്കുക. റെഡ് കളർ ആണെങ്കിൽ റെഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ആ പാല് കുറച്ച് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ 1 ടീസ്പൂണ് വിനെഗർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വാനില എസൻസ് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കുന്ന ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച പാറ്റേൺ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. എന്നുവെച്ചാൽ ബബിൾസ് ഒക്കെ ഉണ്ടാവും, പോകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഞാൻ ഈ കുക്കർ ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കേക്കിന്റെ പാറ്റേൺ വെച്ചു കൊടുക്കാം. വെച്ചിട്ട് ഒരു 35-40 മിനിറ്റ് നേരം വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ വെന്ത് റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ? അപ്പൊ അതെടുത്ത് മാറ്റാം. ഞാൻ വേറൊരു ബൗളിലേക്ക് 2 കപ്പ് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു മിനിറ്റ് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും പിന്നെ ഒരു ടീസ്പൂൺ വാനില എസൻസ് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കാം. ഈ തിക്നെസ്സിൽ വേണം വരാൻ വേണ്ടിയിട്ട്. നമ്മൾ കേക്ക് ഒന്ന് ജസ്റ്റ് വേറൊരു പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമ്മളിതൊന്ന് നെടുകെ കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു നൂലാണ് എടുത്തിട്ടുള്ളത്. നൂല് പൊട്ടുന്നില്ല. അപ്പോൾ നൂലെടുത്ത് നമുക്ക് ഏത് രീതി എത്ര വേണോ ആ നെടുക്ക് നോക്കിയിട്ട് ജസ്റ്റ് ഫുൾ ഇതാക്കി ഞാൻ ചെയ്യുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ കേക്കിന്റെ മുകൾ ഭാഗം എടുത്ത് മാറ്റിയിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് അതിന് മുകളിലായിട്ട് കുറച്ച് ഷുഗർ സിറപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബാക്കി പകുതി അതിന്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഞാൻ ചെയ്ത് കാണിക്കുന്ന അതേ രീതിയിൽ ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ മുകളിൽ ഒന്നുകൂടി വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ഫുള്ളായിട്ട് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള കേക്ക് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇതിന്റെ മുകളിലായിട്ട് ഞാൻ ഒരു ഫ്ലവേഴ്സിന്റെ രീതിയിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഏത് രീതിയിൽ വേണോ ആ രീതിയിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം.
ഞാൻ ഈ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അതിന്റെ മുകളിലായിട്ട് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള കേക്ക് അതായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ കേക്ക് ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്. റെഡ് വെൽവെറ്റ് കേക്കാണിത്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നോക്കിയാലോ. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ കമന്റ്